കോഴിക്കോട് ബീച്ചിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ഒരു സ്ത്രീയടക്കം 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസനെയും ലക്ഷ്മിയെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശ്രീനിവാസൻ 3 ജില്ലകളിൽ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് പുതിയകടവ് ബീച്ച് പരിസരത്ത് ഉച്ചയ്ക്ക് 12:30യോടെയാണ് 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. സംഭവത്തിൽ മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസനെയും ലക്ഷ്മിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്തെ CCTVയിൽ 12 മണി കഴിഞ്ഞ് കസ്റ്റഡിയിലായ സ്ത്രീയും പുരുഷനും നടന്നുപോകുന്ന ദൃശ്യങ്ങളുണ്ട്. തൊട്ടുപുറകെ കുട്ടികൾ അലറി വിളിച്ച് ഓടുന്ന ദൃശ്യവും കാണാം. നടന്നു പോകുന്നതിനിടയിലാണ് റോഡരികിലുണ്ടായിരുന്ന 7 വയസ്സുകാരനെ ഇവർ പിടികൂടി ചാക്കിലാക്കാൻ ശ്രമിച്ചതെന്നാണ് കുട്ടിയും ദൃക്സാക്ഷികളായ മറ്റു കുട്ടികളും പറയുന്നത്. അമ്മ നല്ലപോലെ കളിക്കാനു ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് ചാക്കിയിടാൻ നോക്കിയപ്പോ നമ്മള് വൈത്താൽ വെടിയിടിന്ന് വിളിച്ച് കല്ലൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പൊ അയിമ അവിടെ ഇട്ടിട്ട് ഓടിയിട്ട് ഗാന്ധറോടും കഴിഞ്ഞ് ഇതായി അവിടെ എത്തി. പാർക്കിന്റെ അവിടെ എത്തിയപ്പോ നമ്മളെ ആൾക്കാർ കൂട്ടിയിട്ട് നമ്മൾ ഓലെ പിടിച്ച്. 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പുറകെ വന്ന കുട്ടികൾ ബഹളം വെച്ച് ഇരുവരുടെയും പുറകെ ഓടുകയായിരുന്നു. തുടർന്ന് കുട്ടികൾ തൊട്ടടുത്ത പോലീസ് പെട്രോളിംഗ് ടീമിനോട് വിവരം പറയുകയും ഇവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് വെള്ളയിൽ പോലീസ് ഉടൻ ഇവരെ കസ്റ്റഡിയിലെടുത്തു. ശരിക്കും മലയാളമല്ല സംസാരിക്കുന്നത്. അപ്പൊ അതിനുള്ള നടപടികൾ കണ്ടെത്തണം. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശത്തു നിന്ന് പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ശ്രീനിവാസൻ 3 ജില്ലകളിൽ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ്. കസ്റ്റഡിയിലായ 2 പേരെയും വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.